എല്ലാ കൂട്ടുകാർക്കും മാച്ചസ് ഫ്ലവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഇഞ്ചിക്കറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 150 ഗ്രാമോളം ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് നന്ന വൃത്തിയാക്കി കഴുകിയെടുത്തിട്ട് ചെറുതായി ഇതേപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്ന ഒരു 50 ഗ്രാമോളം ചെറിയ ഉള്ളി വൃത്തിയാക്കി എടുത്തിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിൽ ആവശ്യമായിട്ടുള്ള പുളിയും കൂടിയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇനി നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തീ ഒന്ന് മീഡിയം ആക്കിയിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. കരിഞ്ഞു പോവാതെ ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ചെറിയൊരു കളറും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഫ്രൈ ആയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇഞ്ചിയെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി കൂടെ ചേർത്ത് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിയുടെ കളർ ഏകദേശം ചേഞ്ചായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് കളറും കൂടെ ആയതിനു ശേഷം ഇതിൽ നിന്ന് കോരിയെടുക്കാം. കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഏകദേശം ഉള്ളി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇഞ്ചിയുടെ ഉള്ളിയുടെ ചെറിയൊരു ചൂട് ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇഞ്ചി ഉള്ളിയും കൂടെ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഇഞ്ചി ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും വളരെ കുറച്ച് മാത്രം ഉലുവ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഇതായതിനു ശേഷം പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ എടുത്തു വെച്ചിരുന്ന പച്ചമുളക്. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ചൂട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഞാനിത് അധികം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒന്ന് പച്ചമണം ഒന്ന് മാറുന്നത് വരെ റോസ്റ്റ് ചെയ്യാം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന വാളൻ പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ഇത് മിക്സിയിൽ പൊടിയാക്കി വെച്ചിരുന്ന ഇഞ്ചിയുടെയും ഉള്ളിയുടെയും ഇത് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒത്തിരി കട്ടിയായി തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.